എല്ലാവർക്കും നമസ്കാരം. ഈ ഫോട്ടോയിൽ കാണുന്ന ഡാഷിന്റെ മോൻ രാവിലെ മുതലേ ഒരു വീഡിയോ നിങ്ങൾ ഇതിൽ പ്രചരിപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലെ? പ്രധാനമന്ത്രിനെ വളരെ മോശമായിട്ട് എന്താ പറയേണ്ടത്, അത്രയും വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്ന ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റും റിപ്പോർട്ടും കൊണ്ട് സുഡാപ്പിനെ അങ്ങ് പൂട്ടിച്ചു. പക്ഷെ അതിന്റെ അടിയിൽ വന്ന കമന്റുകള്, എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇത് ലസിത പാലക്കൽ സംഘികൾക്ക് വേണ്ടിയിട്ട്, BJP-ക്കാർക്ക് വേണ്ടിയിട്ട്, തീവ്ര ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ഘോരം പ്രസംഗിക്കുന്ന ഒരാളാണ്. ഇന്നലെയാണ് നരേന്ദ്രമോദിയെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുവനൊരു വീഡിയോ ചെയ്തിരുന്നു. ഗംഭീര വീഡിയോ ആണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടായിരുന്നോ? ഞാൻ അതൊന്ന് കാണിച്ചു തരാം. ഭയങ്കര രസമാണ് കേട്ടോ. ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ ഒന്ന് കണ്ടോക്കി. നമസ്കാരം, ശ്രീജരായാണ്. ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ. അവിടെ നായിന്റെ മോനെ നരേന്ദ്രമോദിയെ മൈരാന്റെ തല ഇറക്കടാ, കള്ള പൊലയാടി മോനെ, അന്റെ തല വിട്ടടാ. വെള്ളിയാഴ്ച ദിവസം തന്റെ തല വെട്ടിരിക്കടാ നായിന്റെ മോനെ. നരേന്ദ്രമോദിയുടെ തല ഇറക്കുമെന്നാണ് ഈ മേനകെട്ട മറ്റേ രണ്ടായവൻ പറയണത്. നമുക്ക് എല്ലാരും കേൾക്കാല. അതും വെള്ളിയാഴ്ച ഇറക്കുമെന്ന്. അങ്ങനെ വെള്ളിയാഴ്ചയുള്ള പ്രത്യേകത എന്താ? അങ്ങനെ ആ പ്രത്യേകത സുഹൃത്തുക്കളെ, വെള്ളിയാഴ്ചക്ക് എന്താ പ്രത്യേകത ഉണ്ടോ? ഉണ്ട്. വെള്ളിയാഴ്ചയാണ് നമ്മുടെ കേരളത്തിലെ ലോകത്തെ എല്ലായിടത്തെയും മുസ്ലിങ്ങൾ ജുമ നിസ്കരിക്കാൻ പോകുന്ന വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച മിക്കവാറും ജുമ നിസ്കരിച്ച് വരുമ്പോൾ നല്ല ബീഫും വാങ്ങിച്ചു കൊണ്ടുവരും. അത് നന്നായിട്ട് ഉണ്ടാക്കി തിന്നും. കിട്ടി നമ്മളും പോയി തിന്നും. ഞാൻ ഹിന്ദുവാണേ, ഞാനും പോയി തിന്നും. എൻ്റെ സുഹൃത്തുക്കളെ, ഇപ്പം ആ നരേന്ദ്രമോദി അത് ചെയ്യും ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞു വരുത്തല്ലേ, അവൻ അസല് സംഖ്യയാണ്. പക്ഷേ ഇവന്മാർക്ക് അത് അറിയില്ലായിരുന്നു. ഇവരൊക്കെ വിചാരിച്ചത് ഇതേതോ ഒരു മുസ്ലിം എന്നാണ്. അപ്പച്ചാടി പിടിച്ചു. നരേന്ദ്രമോദി അത് പറയുന്നു ഇത് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരപ്പച്ചാടി പിടിച്ചു. അവന്റെ ചരിത്രം ചെയ്യാനോ ഇത് എന്താ യാഥാർത്ഥ്യം ഒന്നും അന്വേഷിക്കാൻ നിന്നില്ല. ഓന്റെ പിന്നാലെ ആരും പോയില്ല. അതിനു മുമ്പ് ഇവന്മാര് വീഡിയോ ഇറക്കി. സത്യം അറിഞ്ഞു കഴിഞ്ഞിട്ട് ഇവർ വീണ്ടും വീഡിയോ ഇറക്കുന്നതാണ്. ലസിത പാലക്കൽ പറയുന്നത് അവൻ വൃത്തികെട്ടവനാണ്, അതാണ് ഇതാണ്. നമ്മൾ നരേന്ദ്രമോദി ഇത് പറയുന്നു, ഇവനെ പിടിക്കണം, ജിഹാദികളാണ് ഇവിടെ ഇന്ത്യ മുഴുവൻ ഉള്ളത്. എന്ത് ജിഹാദി? അസല് സംഖ്യയാണെന്നേ, അസല് സംഖ്യയാണ്. അവന് എന്താണ് എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളെ ഒരു സ്ഥാനത്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകൾ വെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നേ. ഇപ്പൊ അവനെ ആളുകളൊക്കെ പിടിച്ചിട്ടുണ്ട്, പോലീസ് പിടിച്ചിട്ടുണ്ട്. പക്ഷെ പോലീസ് പറഞ്ഞ അവന് മാനസിക രോഗമെന്നാണ്. ഒട്ടുമിക്ക സംഖ്യകൾ നോക്കിക്കോളൂ, പിടിച്ചു കഴിഞ്ഞാൽ ഒന്നൊക്കെ മാനസിക രോഗം. ഇങ്ങനത്തെ എന്തിനാ കൂത്തക്കിടക്കട പറയും. പിടിച്ചാൽ അപ്പം മാനസിക രോഗം, അല്ലെങ്കിൽ എന്താണ് കള്ളും പുറത്ത്, അല്ലെങ്കിൽ കഞ്ചാവിന്റെ പുറത്ത്, അല്ലെങ്കിൽ MDMയുടെ പുറത്ത് പറഞ്ഞതാണ്. ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പൊ അഹയന്മാർക്ക് കിട്ടുന്നുണ്ടല്ലേ. സംഗതി കിടക്കട്ടെ. ഈ ചേട്ടന്റെ വർത്തമാനം മുഴുവനായിട്ട് കേക്ക്. അറിയണവരുണ്ടെന്ന് കമന്റ് ചെയ്യണം. അതോടൊപ്പം ഈ നരേന്ദ്രമോദിനെ കൊല്ലും, അറക്കും, തലറക്കും എന്ന് പറഞ്ഞ അവന്റെ അഡ്രസ്, അവനെ തിരിച്ചറിയണവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കമന്റ് ബോക്സ് ഒന്ന് ഇടണം. ഇവിടുത്തെ BJP നേതാക്കന്മാരും അതുപോലെ BJP അനുഭാവികളൊക്കെ താങ്കൾ വേദനിക്കല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു എന്താണ് അവന്റെ അഡ്രസ്സും ഇതൊക്കെ തരാം. നിങ്ങൾക്കിപ്പോൾ അവന്റെ അഡ്രസ്സും മറ്റൊക്കെയല്ലേ വേണ്ടുള്ളൂ. എന്റെ കയ്യിൽ കുറെയൊക്കെ അവരുടെ അഡ്രസ്സ് ഉണ്ട് എന്നാണ് വിചാരിക്കുന്നത്. ഉണ്ടല്ലോ, ഇതാ ഒന്നിതാ കണ്ടുകള്. ഇനി അടുത്തത് ഇതാ കണ്ടുകള് കാണുന്നുണ്ടല്ലോ അല്ലേ? ഇനി അടുത്തതാ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിക്കോളൂ. ഞാനായിട്ടൊന്നും പറയുന്നില്ല, വായിച്ച് മനസ്സിലാക്കിക്കോളൂ. ഇനിയുണ്ടോ? ഇല്ല, ഇത്രേ ഉള്ളൂ. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, അവൻ അസല് ഹിന്ദുവാ. എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്താനും വേണ്ടിയിട്ട് ഈ നാറുകൾ കളിക്കുന്ന കുറെ കളികളാണ്. ഒന്ന് ആലോചിച്ച്, അജാതി വൃത്തികെട്ട കളികളാണ് ഇവന്മാരൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ആദ്യം വീഡിയോ ഇട്ടവന്, ലസിതയ്ക്കല്ല കേട്ടോ, ലസിത എപ്പോഴും ന്യായീകരിക്കാൻ വന്നിട്ടൊന്നുമില്ല. ആദ്യം വീഡിയോ ഇട്ടവന് ഇപ്പൊ കാര്യം മനസ്സിലായി. ഇതിപ്പോ ഞാൻ കൊത്തിയത് ഇന്റെ പുറത്തിലേക്ക് തന്നെയാണല്ലോ എന്നൊക്കെ മനസ്സിലായി. ഞാൻ ഗോൾ അടിച്ചത് ഒരു സെൽഫ് ഗോൾ ആയി എന്നിപ്പോ അവന് മനസ്സിലായി. അവൻ ചെറുതായിട്ടൊന്ന് ഉൾട്ടടിക്കുന്നുണ്ട്. നമസ്കാരം, ശ്രീജരായാണ്.
ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. നിങ്ങൾ എല്ലാവരും കണ്ട വീഡിയോ ആണ്. നരേന്ദ്രമോദിജിനെ കൊല്ലും എന്ന് പറയുന്ന വ്യക്തിയുടെ അഡ്രസ് കണ്ടെത്തി തന്നെ എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. സത്യം പറഞ്ഞാൽ ആ വീഡിയോ ഇട്ട ശേഷം ഞാനൊരു യാത്രയിലായതുകൊണ്ട് എനിക്ക് അതിന്റെ കമന്റുകൾ കൂടുതൽ ശ്രദ്ധിക്കാൻ സാധിച്ചില്ല. പക്ഷെ അതിന്റെ ഇടക്കാണ് പിന്നീട് ഇവിടെ യാത്ര കഴിഞ്ഞ് രാത്രി വന്നപ്പോഴാണ് മൊബൈൽ എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന വ്യക്തി എനിക്ക് മെൻഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റ് കണ്ടത്. കാരണം ഈ പറയുന്ന വ്യക്തി ഇയാളുടെ വാർഡിലെ ആളാണ്. ആളുടെ പേര് മിഥുൻ എന്നാണ്. BJP-കാരനാണ്. അപ്പൊ മിഥുൻ എന്ന ആളെ ഇങ്ങനെ പറയാനായിട്ട് അവന് പല കാരണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടുക. ഞങ്ങൾക്ക് എല്ലാവർക്കും നാട്ടുകാർക്കും ഇയാളെ വ്യക്തമായിട്ട് അറിയുന്ന ആളുണ്ട്. ഞങ്ങളാരും ഇത് മൈൻഡ് ചെയ്തില്ല, അതിനകത്ത് ഇടപെട്ടില്ല, അതിന്റെ പിന്നാലെ പോവാൻ നിന്നില്ല എന്നുള്ളത് ഇങ്ങനെ. എന്തായാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ചെയ്തത് ഒരു വിദ്വേഷ പ്രസംഗമാണ്. ഈ പറഞ്ഞ ശ്രീചിറയായാലും ലസിത പാരക്കലും ചെയ്യുന്നത് വിദ്വേഷ പ്രസംഗമാണ്. ഒരു വിഷയത്തിന്റെ 4-3 പേരൊന്നും നോക്കാതെ അങ്ങോട്ട് വീഡിയോ ചെയ്യുക. മനസ്സിലായില്ലേ? ഇവർക്ക് എങ്ങനെയെങ്കിലും മുസ്ലിങ്ങൾക്കെതിരെ ഒരു മെസ്സേജ് ഉണ്ടാക്കിയിട്ടാൽ മതി. അതിന്റെ അപ്പുറം ഇവർക്ക് വേറെ ഒന്നും വേണ്ട. മുസ്ലിങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തിയാൽ മതി. അല്ലെങ്കിൽ ഒരല്പം ഉളുപ്പുണ്ടെങ്കിൽ ആ ലസിത പാലക്കിലൊക്കെ ആ വീഡിയോ റിമൂവ് ചെയ്യേണ്ടതല്ലേ? ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി, ക്ഷമിക്കൂ, അതൊരു ഹിന്ദു തന്നെയാണ് സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞ് ഡിലീറ്റ് ചെയ്യണ്ടേ? എന്താ ഡിലീറ്റ് ചെയ്യാത്ത? കാലങ്ങളോടെ കിടക്കും, കാലങ്ങളോളം. ബൈ. അധികം പറഞ്ഞിട്ട് കാര്യമില്ല.